الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. പ്രിയമുള്ളവരെ, മുഅ്മിനായി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കടത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. രക്തസാക്ഷിക്ക് പോലും കടമൊഴിച്ചുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും ഇസ്ലാമിന്റെ ആദ്യകാലത്ത് കടമുള്ള ഒരാളുടെ ജനാസ കൊണ്ടുവരപ്പെട്ടാൽ റസൂലുള്ള പറഞ്ഞിരുന്ന സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക മയ്യിത്തിനെ, എന്നെ നിസ്കരിക്കാൻ കിട്ടൂല എന്ന് പറയുന്നതായിരുന്നു എന്നൊക്കെയാണ് സൂചിപ്പിച്ചത്. ഇസ്ലാമിൽ നമ്മൾ മലയാളത്തിൽ കടം എന്ന് പറയുമെങ്കിലും അറബിയിൽ അതിന് രണ്ട് വാക്കുകൾ, രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് ഖർള് എന്ന് പറയും. ഖർള് 1000 റുപ്യ കടമായി കൊടുത്ത് തിരിച്ചു വാങ്ങുക, അതിനെ ഖർള്. നമ്മുടെ നാട്ടിൽ സാധാരണ കടം എന്ന് എന്താണോ പറയുന്നത് ഖർള് എന്ന് പറയാം. എന്നാൽ മറ്റൊന്ന് ദൈനാണ്. ദൈൻ, അതിന് നമ്മൾ മലയാളത്തിൽ കടം എന്നാണ് പറയാറുള്ളത്. പക്ഷെ ആ കടം എന്ന് പറയുമ്പോൾ പണം കൊടുത്തത് മാത്രമല്ല, ഒരാളെ കൂലി കിട്ടാണ്ട്, അപ്പൊ അവനിക്ക് എനിക്ക് കടം തരാനുണ്ട് എന്നാണ് പറയുന്നത്. ദൈൻ എന്നാണ് പറയുന്നത്. ഒരു പെണ്ണിന് മഹർ കൊടുത്തിട്ടില്ല, അതവിടെ ദൈനാണ്. ഒരാളുടെ ആക്സിഡന്റ് മറ്റൊരാൾ ഉണ്ടാക്കി എങ്കിൽ അതിന് നഷ്ടപരിഹാരം ദൈനാണ്. അങ്ങനെ കുറെ ദൈനുകളുണ്ട്. ഇന്ന് കാര്യമായി നമ്മളവിടെ മനസ്സിലാക്കുക, നമ്മൾ കടം എന്ന് എന്തിനാണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചില മതവിധികളാണ് നമ്മൾ വളരെ അത്യന്താപേക്ഷിതമായി അറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. കൂട്ടുകാർ തമ്മിൽ പരസ്പരം ബന്ധം നഷ്ടപ്പെടുന്നതൊക്കെ ഈ ഒരു കടത്തിന്റെ പേരിലാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് അൽ ബഖറ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഈ സൂറത്ത് അൽ ബഖറയിലെ 282 ആയത്ത്. ഒരു പേജ് മുഴുവൻ ഒരൊറ്റ ആയത്ത്, അങ്ങനെ വേറൊരു ആയത്തുമില്ല. എന്താ ഈ ആയത്തിൽ പ്രതിപാദ്യ വിഷയം? അല്ല, ഈ ആയത്തിനൊരു പേരുണ്ട്. ഈ ആയത്തിന്റെ പേര് ആയത്തു ദൈൻ. ദൈനുമായി, കടവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയമാണ് ഇതിലുള്ളത്. ആ ഒരു പേജുള്ള ആയത്ത് ഓതി അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ ഏതായിരുന്നാലും ഒരു ഖുത്ബയിൽ സമയം നമുക്ക് കിട്ടുകയില്ല.
എന്നാൽ അതിൽ വന്ന പോയിന്റുകൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കി അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ പ്രാവർത്തികമാക്കാറുണ്ട് എന്ന് നോക്കുക. അവിടെ ആദ്യം വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. ഓ മനുഷ്യരേ എന്നല്ല, ഓ മുസ്ലിമീങ്ങളെ എന്നുമല്ല, മറിച്ച് ഒന്നുകൂടെ ഗ്രേഡ് കൂടിയ ആളുകൾ യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും യാ അയ്യുഹല്ലദീന ആമനു എന്ന് വന്നാൽ തൊട്ട് ശേഷം ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത്, രണ്ടാലൊന്നായിരിക്കും. അപ്പൊ വിശ്വാസികളെ വിളിച്ച് നിങ്ങളെ ജീവിതത്തിൽ പറയാൻ പോകുന്ന സംഗതികളൊക്കെ ഉണ്ടാകണം എന്ന് ആണ് ആദ്യമായി തുടങ്ങുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ഇദാ തദായൻതും ബിദൈനി, നിങ്ങൾ ഒരു നിശ്ചിത അവധി വരെ അവധിക്ക് പണം കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ദൈൻ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ ഫക്തുബൂഹു, എഴുതി രേഖപ്പെടുത്തണമെന്നാണ്. അപ്പൊ ഇന്നൊരു കാര്യം മനസ്സിലായി. എന്ത്? ഇസ്ലാമിൽ മശ്റൂ, മതപരമായി നിയമമുള്ളതാണ് പണം കടം കൊടുക്കൽ. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു, ഒരാൾ 2 തവണ പണം കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണ അയാള് സദഖ ചെയ്തതുപോലെ വലിയ പുണ്യമാണ്. മതത്തിൽ മശ്റൂ, മതപരമായി നിയമമാണ് പണം കടം കൊടുക്കുക എന്നത്. അവധി വെച്ചുകൊണ്ടുള്ള ഇടപാടാണ് എങ്കിൽ അത് ഞാൻ പറഞ്ഞു കടമാകാം. നീ അടക്കാത്തോട്ടം വിറ്റു, അടക്ക വിറ്റു, പൈസ പിന്നെത്തരാന്ന് പറഞ്ഞു, ഒക്കെ ഇടപാടാണ്, ദൈനാണ്. അതൊക്കെ എഴുതി വെക്കണം. പണം കടം കൊടുത്തോ എഴുതി വെക്കണം. അത് അള്ളാഹ് പറയാണ്. എന്തിന്? നമ്മളെ നന്മക്ക് വേണ്ടി, ഞാനും മറ്റൊരാളും തമ്മിലുള്ള ബന്ധം തകരാറാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫക്തുബൂഹു യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനി ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂഹു. അവിടെ ഒരു അംറിന്റെ സിഗ, നിർബന്ധമാണ് എന്ന രൂപത്തിലാണെങ്കിലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ് ഒരു വാജിബല്ല, പക്ഷേ മുസ്തഹബ്, വളരെ അത്യാവശ്യമാണ്, വളരെ നല്ലതാണ് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? പണം കടം കൊടുത്താൽ എഴുതണം. വല്ല ഹക്കുകളും കിട്ടാനുണ്ടെങ്കിൽ എഴുതണം. വസിയത്ത് വരെ എഴുതണമെന്നാണല്ലോ. രണ്ടാമത്തെ നിയമം തരുമോ? നീതിമാനായ എഴുത്തുകാരൻ അതിന് വേണം എന്നാണ്. ഇത് പറയുമ്പോൾ അന്നത്തെ കാലത്ത് എഴുത്തുകാർ വളരെ കുറവായിരുന്നു. ഞാൻ കടം കൊടുത്തിട്ട് എനിക്ക് തോന്നിയ പോലെ കൂട്ടിയും കുറച്ച് എഴുതലല്ല, അതിന് നീതിമാനായ ഒരു എഴുത്തുകാരൻ വേണമെന്നല്ല പറഞ്ഞു. പിന്നെയോ നീതിമാനായ എഴുത്തുകാരൻ വേണം. എന്നിട്ട് എഴുത്തുകാരനോട് പറയാണ്, നിന്നെ ഈ ഒരു വിഷയത്തിൽ നിനക്കതിൽ പ്രത്യേകിച്ച് ഫായിദൊന്നുമില്ല, ഇവന് കടം കൊടുക്കുന്നു, നീ ഒരു മൂന്നാം കക്ഷി, നിന്റെ ജോലി എന്താ? അവിടെ എഴുതുക. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ ഇന്നെ കൊണ്ട് കഴിയില്ല, ഞങ്ങളെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് വിസമ്മതം കാണിക്കരുതെന്നാണ് എഴുത്തുകാരോട് പറയുന്നത്. പിന്നെയോ വാചകം പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? ആരുടെ മേലാണോ കടബാധ്യതയുള്ളത്. ഞാനാണ് ഒരാളിന് ഒരു 5000 രൂപ കടം വാങ്ങുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണം എന്നാണ്. കടബാധ്യതയുള്ളവനാണ് എന്താണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതണം? കടം കൊടുത്ത ആളുടെ പേര്, കടം വാങ്ങിയ ആളുടെ പേര്, എത്രയാണ് വാങ്ങിയത്, ഏത് ഡേറ്റിനാണ് വാങ്ങിയത്, എന്നാണ് തിരിച്ചടക്കുക, ഇനി തിരിച്ചടക്കുമ്പോ തിരിച്ചടച്ച ഡേറ്റ്, സാക്ഷികളുണ്ടെങ്കിൽ വേണം സാക്ഷികൾ, അത്രയും ഡീറ്റെയിൽസ്. ആലോചിക്കുന്നു നിങ്ങൾ, നമ്മളെ സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ എന്നിട്ടും പറയണം, ഈ പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. ഓരോ പക്ഷേ എഴുതിയത് ചിലപ്പോൾ വായിച്ചു നോക്കാൻ അറിഞ്ഞോളുന്നില്ല. അപ്പൊ എന്താ കുറച്ച് എഴുതുക. അങ്ങനെ ഒരു തരികിട പരിപാടി എന്താ അള്ളാനെ സൂക്ഷിക്കണം. കടം വാങ്ങിയാള് എഴുത്തുകാരനോട് എഴുതാൻ പറയുമ്പോൾ അള്ളാനെ സൂക്ഷിക്കണം. ഒന്നും കുറച്ച് പറയാൻ പാടില്ല എന്ന്. ഇനി ഒരു പക്ഷേ ദൈൻ ദുർബലരായ ആളുകളായിരിക്കും, പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഊമകളായ ആളുകളായിരിക്കും. അങ്ങനെ ദുർബലരായ ആളുകളുടെ മേത്ത് കടം ഉണ്ടാവും. കടം എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു, പൈസ കടം കൊടുക്കൽ മാത്രമല്ല, ഹക്കുകൾ ഉണ്ടാവും.
ഒരാളുടെ വാഹനം അങ്ങോട്ട് വന്ന് ഇടിച്ചു, ശാരീരികമായി പിന്നെ ചികിത്സക്കുള്ള ബാധകളൊക്കെ ഇതിൽപ്പെടും. അപ്പൊ അത് ഒരു ദുർബലനായ ദഈഫായ ഒരാളാണ് എങ്കിൽ അപ്പൊ അയാളുടെ വലിയ ആരാണോ ഇയാളെ സംരക്ഷിക്കുന്നത് അയാളാണ് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എല്ലാ വിത്തും പേരും ഒക്കെ എടുക്കുന്നുണ്ട് ഈ ആയത്തിൽ, എല്ലാ വിഷയം പറയുന്നു. ഇനി സാക്ഷികൾ വേണമെന്ന് പറഞ്ഞു. അതാരാ? 2 പുരുഷന്മാർ സാക്ഷികൾ വേണം. പണം കൊടുക്കുമ്പോൾ എഴുതി വെക്കാം. എന്നിട്ട് പറയാം ഇനിയിപ്പോ സാക്ഷികളായുള്ള അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അങ്ങനത്തെ സാക്ഷികളാണ്. നിസ്കരിക്കാത്ത പോലെ സാക്ഷിക്ക് പറ്റൂല. ഇനി 2 സാക്ഷികളില്ല, ഒരു പുരുഷനേ ഉള്ളൂ എങ്കിൽ ഒരു പുരുഷന് പകരം 2 സ്ത്രീകളെ സാക്ഷികളാക്കാവുന്നതാണ്. എന്നിട്ട് സാക്ഷികളോട് പറയാം, കണ്ടോ ഈ ഇടപാട് നിങ്ങൾ സാക്ഷികളല്ലേ, നിങ്ങളോട് ചോദിക്കും കേട്ടോ കോടതിയിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോ, അപ്പൊ നിങ്ങൾ ഇതിന് സാക്ഷികളാകണം എന്ന് പറഞ്ഞാൽ സാക്ഷികൾ അവര് കോടതിയിൽ വരേണ്ട ഒരു രംഗമുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്നാണ്. ഇനി എത്ര വലിയ സംഖ്യക്കാണ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കേണ്ടത്? അവിടെ ഖുർആൻ പറഞ്ഞു വലാ തസ്അമു അൻ തക്തുബൂഹു സഗീറൻ ഔ കബീർ, ചെറുതാകട്ടെ വലുതാകട്ടെ സംഖ്യ എത്രയെന്നില്ല, അവധി വെച്ചുകൊണ്ടാണെങ്കിൽ, ഒരു ഡേറ്റ് വെച്ചുള്ള ഇടപാടാണ്, കടമാണ്, ബാധ്യതയാണെങ്കിൽ, ചെറിയ സംഖ്യയാണെങ്കിലും വലിയ സംഖ്യയാണെങ്കിലും ഇതേപോലെ എഴുതി വെക്കേണ്ടതുണ്ട് എന്നാണ്. പിന്നെ ഫുഖഹാക്കളുടെ ചർച്ച ഉണ്ട്. എന്താണ്? ഒരാളെ സാക്ഷിയുള്ളൂ, രണ്ടാമതാണ് സാക്ഷിയില്ല, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതുവരെ ഫുഖഹാക്കൾ ചർച്ച ചെയ്ത്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? മനുഷ്യന്റെ പണം സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ഇസ്ലാം ആഗ്രഹിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള ബന്ധം ശക്തമായിരിക്കുവാൻ വേണ്ടി ഇസ്ലാം ആഗ്രഹിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള മനസ്സുകൾക്കിടയിൽ അകൽച്ചയും വെറുപ്പും തെറ്റിദ്ധാരണയും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇസ്ലാം ആഗ്രഹിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്ന വ്യവസ്ഥയുള്ള ചിട്ടയുള്ള മതമാണ് എന്നറിയാൻ വേണ്ടി. അതേപോലെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ആയത്ത് നമ്മൾ മനസ്സിലാക്കി. ഇനി ചില കർമ്മ വിഷയങ്ങൾ നോക്കുക. ഇനി ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തു, ഓൻ തരൂ ഇല്ലേന്ന് ഉറപ്പില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എനിക്കെന്നെ വിശ്വാസമല്ല, ഞാൻ പൈസ തരില്ല, പൈസക്ക് എന്റെ കയ്യിലുണ്ട് എന്ന് പറയാം. അല്ല, അവിടെയാണ് ഇസ്ലാമിൽ ഒരു പരിഹാരം, റഹ്ന്, പണയം എന്ന് പറയും. ഞാൻ ഈ പണയം എന്ന് പറയുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിൽ നമ്മളെ ബാങ്കത്തെ പണയാണ് ഓർമ്മ വരും. അത് ഇസ്ലാമിൽ യാതൊരു ബന്ധമില്ല. ഇസ്ലാമിലെ റഹ്ൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, എന്നോടൊരാൾ 10,000 രൂപ കടം ചോദിച്ചു. ഞാൻ പറഞ്ഞു കടം തരാം, പക്ഷേ 10,000 രൂപക്കുള്ളൊരു വസ്തു എന്റെ ഈടായി തരണം. പഴയ കാലത്ത് ചെമ്പ് പാത്രം, ഓട്ടുപാത്രം ഒക്കെ പഴയ കാലത്ത് കൊടുത്തിരുന്നു. പഴയ കാലത്തൊക്കെ നിലവിലില്ല, ഇതൊക്കെ നേരെ പണയം, പലിശ പണയാണല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു എന്റെ മൊബൈൽ 10,000 രൂപേന്റെ വില ഉണ്ട്. അപ്പോ ഞാനൊരു ഡേറ്റ് പറഞ്ഞു, അയാൾ സമ്മതിച്ചു. ആ ഡേറ്റിന് അയാൾ തിരിച്ചു തരണം. ഇല്ലെങ്കിലോ ഈ മൊബൈൽ വിറ്റ് എന്റെ 10,000 ഞാൻ എടുത്ത് ബാക്കി ആൾക്ക് തിരിച്ചു കൊടുക്കും. അതാണ് ഇസ്ലാമിലെ പണയം. ഈ പണയം വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത്, പണയം വെക്കുമ്പോ ഞാൻ പറഞ്ഞ നാട്ടിൽ നടക്കുന്ന പണയം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ഇടങ്ങേറുണ്ട് തോന്നുകയാണെങ്കിൽ പേരന്റെ ആധാരം, ഭാര്യന്റെ സ്വർണം, ഇതൊക്കെ ബാങ്കിലും കൊണ്ടുപോയി എടുത്തിട്ട് കുശാലായി സുഖമായിട്ട് കഴിഞ്ഞു. അത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവും പലിശയാണ്. ഈ പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ അയാൾക്ക് 16 രൂപ അയാൾ മൊബൈലൊന്നും, പണം കടം കൊടുത്താണ്. ഈ മൊബൈൽ, ഈ പണയ വസ്തു ഞാൻ എന്ത് ചെയ്യുന്നറിയോ? സാധാരണ ഒരു മൊബൈൽ എവിടെയാണ് സൂക്ഷിക്കാറ് അവിടെ സൂക്ഷിക്കണം. ഞാൻ എന്റെ വീട്ടിൽ ഭദ്രമായി ഒരു കള്ളനും കൊണ്ടുപോകാത്ത രൂപത്തിൽ സൂക്ഷിക്കണം. അത് പണം കടം കൊടുത്ത പണയ വസ്തു സ്വീകരിച്ച ആളുടെ ബാധ്യതയാണ്. ഞാൻ അതിലൊന്നും ശ്രദ്ധിച്ചില്ല, ആ വരാന്തി കൊണ്ടുപോയിട്ട് ഏതോ കള്ളം കൊണ്ടുപോയി എങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണ്. നേരെ മറിച്ച് വളരെ ഭദ്രമായി പൂട്ടി കള്ളം കട്ടുകൊണ്ടുപോയി വീട് തീ പിടിച്ചു എങ്കിൽ ഞാൻ കൊടുക്കേണ്ടതില്ല. അപ്പൊ പണയ വസ്തു സ്വീകരിച്ച ഒരാള് അയാളുടെ അശ്രദ്ധ കൊണ്ട് പണയ വസ്തു നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം. ഇനി സമയമാകുമ്പോ ഈ
പണം തിരിച്ചു കൊടുക്കുകയും പണയവസ്തു തിരിച്ചെടുക്കുകയും ചെയ്യുക. ഒരു പൈസയും ഒരു കലമാണ്, ഒരു ഓട്ടുപാത്രമാണ് പണയമായി കൊടുത്തെങ്കിൽ അതിൽ വെള്ളം കോരി വെക്കാൻ പോലും പണയം വാങ്ങിയാൽ പാടില്ല. ഇതാണ് ഇസ്ലാമിലെ ആ വിഷയത്തിലെ ചിട്ട. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോ ചെറുപ്പക്കാരും ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. രണ്ടു കൂട്ടരി ഒന്ന് സുഖം കൊടുക്കുന്ന അവസ്ഥ. ഒരാൾക്കൊരു കാറ് വേണം, അത് അവന്റെ വീട്ടിലുണ്ട്, അവനൊരു 2 ലക്ഷം ഉറുപ്പിയും വേണം. അവ പറയാണ് ആ 2 ലക്ഷം കൊണ്ടാ ഈ പോണവരെ ഗൾഫിക്ക് പോണതിന് ഈ പിന്നെ കാറ് ഉപയോഗിച്ചോ. അതിന് ചിലപ്പോ കാറായിരിക്കും, ചിലപ്പോ വീടായിരിക്കും, ചില സ്ഥലങ്ങളിലൊക്കെ അതിന് ഒറ്റിക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഒറ്റിക്ക് കൊടുക്കുക അത് ഹറാം ആണ്. അത് ഹറാം ആണ്. എന്തുകൊണ്ട്? കുല്ലു ഖർലിൻ ജറ നഫഅൻ ഫഹുവ റിബ. ഇസ്ലാമിൽ ഒരു ഖാഇദയാണ്. ഒരാൾ ഒരു വസ്തു ഒരു കടം കൊടുത്തിട്ട് 2 ലക്ഷം കടം കൊടുത്താണ്, അതിന് പകരമായി എത്ര ചെറുത് കിട്ടിയാലും സമ്മാനമെന്നോ പാരിതോഷികമെന്നോ പ്രത്യുപകാരമെന്നോ എന്ന് പറഞ്ഞ് എന്ത് കിട്ടിയാലും അത് റിബ, പലിശ. ഞാൻ 2 ലക്ഷം അവന് കൊടുത്തു, ഓനെന്താന്ന് 2 മാസം 3 മാസം 4 മാസം എനിക്ക് ഉപയോഗിക്കാൻ അവരെ കാറ് തന്നു. അത് ആ ഇടപാട് ഹറാമാണ്. പണയത്തെ കുറിച്ച് പറയുമ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കടവുമായി ബന്ധപ്പെട്ട് ചില ആള് കടം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഓന്റെയൊക്കെ നീ കിട്ടൂല, ഉറപ്പിച്ചു. അപ്പൊ ഇയാൾക്ക് സക്കാത്ത് കൊടുക്കാനായിട്ട്, ഉദാഹരണം ഞാൻ ഒരാൾക്ക് ഒരു 10,000 റുപ്യ കൊടുത്തിട്ടുണ്ട്, എനിക്ക് സക്കാത്ത് കൊടുക്കാം, എനിക്കൊരു 20,000 റുപ്യ ഈ വർഷം സക്കാത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കുന്നത്? 10,000 കൊടുത്താൽ മതി, മറ്റു 10 ആ 10 ഞാൻ ഇന്ന ആൾക്ക് 10,000 റുപ്യ മുമ്പ് കടം കൊടുത്തില്ലല്ലേ, അത് ഇനി സക്കാത്തുകൾ നീക്കി. ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. കർമ്മശാസ്ത്ര വിഷയമാണ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. എന്താ ചെയ്ത് 20,000 സക്കാത്ത് കൊടുക്കാനുണ്ട്, എന്നാൽ ഒരാളെ എനിക്ക് 10,000 റുപ്യ ഇങ്ങോട്ട് തിരിച്ചു തരാനുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം? 10,000 മാത്രം സക്കാത്ത് കൊടുക്കും, ബാക്കി 10 അത് പണ്ടൊരാൾക്ക് ഞാൻ ഇന്നാള് 10,000 റുപ്യ കടം കൊടുത്തില്ല, അത് സക്കാത്തുക്കള് വരവ് വെക്കുക. അത് പറ്റൂല എന്ന്, അത് പാടില്ല. എന്തുകൊണ്ട്? നമ്മൾ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് 10,000 രൂപ കൊടുത്ത സമയത്ത് അവൻ നീയത്തെന്തായിരുന്നു? കടം കൊടുത്തതാണ്, തിരിച്ചു കിട്ടണം. അയാളോട് ഇഹ്സാൻ, ഒരു കാരുണ്യം, നന്മ ചെയ്തതാണ്. അവിടെ ഒരിക്കലും സക്കാത്തല്ല നീയത്ത്. സക്കാത്ത് തിരിച്ചു കിട്ടൂലെന്ന് കണ്ടപ്പോ തോന്നിയതാണ്. അപ്പൊ അങ്ങനെ ഒരു തന്ത്രം അതിന് നടക്കാൻ പാടില്ല. തിരിച്ചു കൊടുത്തത് പിന്നെ കടം കൊടുത്തത് സക്കാത്തായി പരിഗണിക്കാൻ പാടില്ല. ഇനി ഒരു മസ്അല കൂടി, ആ മസ്അല പറയണോ എനിക്കറിയില്ല, പക്ഷേ ഒരു വിഷയത്തിനെ പൂർത്തീകരണം പറയലാണ്, അത് കൃത്യമായി കേൾക്കുകയും വേണം. ഒരാൾ മറ്റൊരാൾക്ക് പണം കടം കൊടുത്താൽ തിരിച്ചെത്ര അതേ തുക 1 ഉറുപ്യ അധികം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് റിബ, പലിശ. ഞാൾക്ക് നാളെ കടം തന്നില്ല, ഒരു കാൽച്ചായ വാങ്ങി തന്ന ആ കാൽച്ചായ റിബ, പലിശ. ഇതാണ് കടം കൊടുക്കുന്ന ആൾ ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല. എന്നാൽ കടം തിരിച്ചു കൊടുത്തപ്പോ ഈ 10,000 കൊടുക്കേണ്ട ആളാണ് 10,500 റുപ്യ അധികം കൊടുത്തു. അത് പലിശയല്ല. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, അത് പലിശയല്ല. കാരണം എന്താണ്? കൊടുത്ത ആൾ ആവശ്യപ്പെട്ടിട്ടല്ല. അല്ലെങ്കിൽ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. ഏത് 1000 റുപ്യ കൊടുത്താല് പലിശ ഒന്നല്ല, എന്നാലും ഒരു നല്ല നിലക്ക് 50 റുപ്യ 100 റുപ്യ കൂടി തിരിച്ചധികം തരും. അങ്ങനെ ഒരു വ്യവസ്ഥ നാട്ടിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. പണം കൊടുത്താൽ പറഞ്ഞിട്ടില്ല, നാട്ടിൽ അങ്ങനെ ഒരു പ്രചരണം ഇല്ല, ഒന്നുമില്ല. പക്ഷെ തിരിച്ചു കൊടുത്തപ്പോ എന്തറിയോ, ഏതല്ല അയാൾ നല്ലൊരു ഗുണം ചെയ്തല്ലേ, ഒരു 500 റുപ്യ ഞാൻ അധികം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് പലിശയല്ല. അത് ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഈ ആ സുന്നത്ത് ഇപ്പോൾ ആരും കൊണ്ടുവരണ്ട. ഏത് ആരെങ്കിലും പണം തിരിച്ചു കൊടുക്കുമ്പോൾ അധികം കൊടുക്കണ്ട. എന്തിനെന്നറിയോ, അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായമാണ്, അത് പിന്നെ പലിശയിലേക്ക് എത്തും. പക്ഷെ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് ഞാൻ അത് പറഞ്ഞു. ആ വിഷയത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളും മനസ്സിലാക്കാൻ സാധിക്കണം.
അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം, എന്താണോ കടം വാങ്ങിയത് അതാണ് തിരിച്ചു കൊടുക്കേണ്ടത്. എന്താണോ കടം വാങ്ങിയത് അതാണ് തിരിച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാകും? ഒന്നുകൂടെ മനസ്സിലായി. നിങ്ങൾക്കൊരു സാമ്പത്തിക ടൈറ്റ് ഉണ്ടായ സമയത്ത് കുടുംബത്തിൽ നിന്നോ ബന്ധത്തിൽ ആരിൽ നിന്നോ ആട്ടെ കുറച്ച് സ്വർണം വാങ്ങി, ഒരു 10 പവൻ വാങ്ങി വിചാരിച്ചോളി. പിന്നീട് നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ കൊടുക്കേണ്ടത് പൈസയല്ല, ഒരിക്കലും. നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് എന്താണോ വാങ്ങിയത് അത് സ്വർണം തന്നെ തിരിച്ചു കൊടുക്കും. സ്വർണം വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് സ്വർണം തിരിച്ചു കൊടുത്താൽ ചിലപ്പോ സ്വർണത്തിന് കൂടും, ചിലപ്പോ പണത്തിന് പിന്നെ കുറയും, ഒക്കെ ഉണ്ടാവും. അത് റിബൻ നസീഅ, കാലതാമസത്താലുള്ള പലിശ എന്ന് പറയുന്ന ഒരു പലിശ ഇസ്ലാമിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അതാണ് യഥാർത്ഥ പലിശ എന്നാണ്. അത് പലിശയാണ്. അപ്പൊ നിങ്ങൾ ഒരാളിൽ നിന്നും ഒരു 5 പവൻ 10 പവൻ സ്വർണം, ഒരു സാമ്പത്തിക ടൈറ്റ് ഉണ്ടായപ്പോ സ്വർണമാണ് വാങ്ങിയതെങ്കിൽ സ്വർണത്തിന്റെ വില കൂടിയാലും ശരി കുറഞ്ഞാലും ശരി എന്തെന്നെ സംഭവിച്ചാലും ശരി തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പൈസയല്ല കൊടുക്കേണ്ടത്, സ്വർണമാണ്. ഇനി പൈസയാണ് വാങ്ങിയതെങ്കിൽ തിരിച്ചു കൊടുക്കുമോ പൈസയാണ്, സ്വർണമല്ല കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി. ഇതിലൊക്കെ വിവരമില്ലാത്തതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ സമൂഹങ്ങളിൽ നടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പണം കടം വാങ്ങി തിരിച്ചു കൊടുക്കാനുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയാണ് ഓനിപ്പോ അങ്ങനെ കൊടുക്കണ്ട, ഓൻ അത്ര വലിയ ടൈറ്റ് ഒന്നും, ഭയങ്കര പൈസക്കാരനാണ് എന്ന് പറഞ്ഞ് നമ്മളെ കയ്യിൽ കാശുണ്ടായിട്ടും തിരിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടും അത് കൊടുക്കുന്നത് എന്താ മാനദണ്ഡം? ഓനിപ്പോ നമ്മളെ ഈ പൈസ കിട്ടിയിട്ട് ആവശ്യം, ഓൻ വലിയ പൈസക്കാരനാണ് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാതിരുന്നാൽ റസൂൽ പറഞ്ഞു മത്ലിൽ ഗനിയ്യി ദുൽമുൻ, സമ്പന്നനായ വ്യക്തിയുടെ കടം തിരിച്ചടക്കുന്നതിൽ കാലതാമസം വരുത്തൽ അന്യായമാണ്. കൊടുക്കാൻ ടൈമായോ ആയി, പൈസ ഉണ്ടോ ഉണ്ട്, എന്താ കൊടുക്കാത്തത്? ഓൻ വലിയ പൈസ, ഓനിപ്പോ അത് കിട്ടിയിട്ട് വേണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും. അത് ദുൽമാണ്. പരലോകത്ത് ഇരുട്ട് അന്ധകാരമായി വരും. അത് ചിലപ്പോഴൊക്കെ ചില വലിയ മാർക്കറ്റുകളിലോ കടകളിലൊക്കെ ചെല്ലുമ്പോ ചില സെയിൽസ്മാൻമാരുണ്ടാവും ഇങ്ങനെ പഞ്ചപാവം പോലെ നിൽക്കണം. എന്താ ആ ബില്ലിന് സാധനം കൊടുത്തു, പൈസ അടിച്ചു തരാനായി. അപ്പൊ കടക്കാരിങ്ങനെ നിൽക്കന്നെ, കടക്കാരൻ കൊടുക്കൂല. ഇവന്റെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് അതുവരെ ഈ സാധു ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ അതിന്റെ ദുൽമിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കടവുമായി ബന്ധപ്പെട്ട കുറെ മസലകൾ അത് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ കണ്ടുവരും. അതൊക്കെ ക്ലിയർ ആയാൽ മാത്രമേ നമ്മൾ സമ്പത്ത് ശുദ്ധിയാകൂ. കടമുള്ള ആളിനെ നിസ്കരിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ മസലകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. രക്തസാക്ഷിക്ക് എല്ലാം പുറത്തു കൊടുക്കപ്പെടും, കടമൊഴിച്ചു എന്ന് പറയുമ്പോൾ ഈ മസലകളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകും. അത്ര ഗൗരവമാണ് ഇത്. അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദൈനുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്ര വിധികൾ അത് നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അതേപോലെ ഒരു മസലയാണ്, കുറച്ചൊക്കെ പൈസ കയ്യിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ നോക്കി എവിടെ ഇത് നിക്ഷേപിക്കുക, എവിടെ കൊണ്ടുപോയി ഇടുക, ആരെ കയ്യിലെ കൊടുക്കുക, എങ്ങനെ ലാഭം കിട്ടുക, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. കുറെ കഴിഞ്ഞിട്ട് ഈ കമ്പനി അല്ലെ എവിടെയാണ് കൊണ്ടുപോയി പൊട്ടും. പിന്നെ കൊടുത്ത ആളെന്താ പറയുന്നത്?
ഞാനോന് കടം കൊടുത്തതാണേ, എനിക്ക് അതിന്റെ ലാഭവും വേണ്ട, ഞാൻ അതിനെ നഷ്ടവും അറിയില്ല, എനിക്ക് ഇതിന്റെ മുതല് കിട്ടിയാൽ മതി പൊതുവെ കണ്ടുവരുന്നു. നേരെ മറിച്ച് ഇത് വളരെ അഭിവൃദ്ധിപ്പെട്ടിട്ടാണെങ്കിലോ മാസം മാസം ഒരു സംഖ്യ കിട്ടും, ഭയങ്കര സന്തോഷക്കാരാണ്. അപ്പൊ എന്തൊരു ഏർപ്പാട് ചെയ്യുമ്പോഴാദ്യം നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്തി ഇതെന്താണ്, ഞാൻ ഓന് സമ്മാനമായിട്ട് കൊടുത്താണോ, ഞാനൊരു സംഭാവനയായി കൊടുത്താണോ, ഞാനൊരു കടമായി കൊടുത്താണോ, അല്ല അവന്റെ കച്ചവടത്തിൽ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് ചേർന്നതാണോ, ഇത് തുടക്കത്തിലേ എന്ത് ചെയ്യാം ഇരു കൂട്ടർക്കും അറിയണം. അതില്ലാത്തതുകൊണ്ടാണ് എനിക്കെന്റെ ലാഭമാണോ നഷ്ടം എന്നെ മുതൽ കിട്ടിയത്. സത്യത്തിലോ എന്താ ചെയ്തത്, സ്വർണ്ണക്കടയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ചില വ്യക്തികളുടെ കയ്യിൽ കൊടുത്ത് ഈ സ്ഥല കച്ചവടക്കാരുടെ കയ്യിലൊക്കെ അങ്ങനെ കൊടുത്തിട്ട് മാസം മാസം അങ്ങനെ കിട്ടിയാൽ ഭയങ്കര സംതൃപ്തി. പക്ഷെ വാങ്ങിയ ആള് പറയാം ആ കച്ചവടം അത് നമുക്ക് പൊളിഞ്ഞു, അത് ഭയങ്കര നഷ്ടം പറ്റി, നിന്റെ മുതലും കൊണ്ടാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കച്ചവടമാണോ കച്ചവടത്തിൽ ലാഭം ഉള്ളതുപോലെ തന്നെ നഷ്ടവും ഉണ്ട് എന്ന് മനുഷ്യന്മാരറിയണം. വെറും ലാഭം മാത്രമല്ല, കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാവും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. അപ്പൊ അവിടെ എഴുതണം, നീ ഇത്ര സംഖ്യയാണ് തന്നത്, അത് നമ്മുടെ ഈ സംരംഭത്തിന് ഇത്ര ശതമാനമാണ്, ഒരു 20% വിചാരിക്കുക. അപ്പോ മാസം മാസം ലാഭത്തിന്റെ 20% നിനക്കുണ്ടായിരിക്കും. ഇനി അതല്ല നഷ്ടമാണ് എങ്കിൽ ആ 20% നഷ്ടവും നീ വഹിക്കേണ്ടി വരും. അപ്പൊ നിന്റെ തന്ന മുതലിൽ നിന്ന് ഇത്ര കുറവുണ്ടാവും. അതാണ് കച്ചവടം. അപ്പൊ ഇങ്ങനെ പലരും ചെയ്യുന്നത്, ഒരു പൈസ കുറച്ചൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ നഷ്ടമാണെന്ന് കാണുമ്പോ ഞാൻ കച്ചവടത്തിൽ ചേർന്നു, ഞാൻ പാർട്ണർഷിപ്പ്, ഞാൻ അവരെ സഹായിച്ചതാ, കടം കൊടുത്തതാണ്, തിരിച്ചു കിട്ടിയാൽ മതി എന്റെ മുതൽ എന്ന് പറയുന്നത് അവരുടെ നീയത്തനുസരിച്ച് ആയിരിക്കും അത് എന്നാണ്. ഇതൊക്കെ രേഖപ്പെടുത്തണം എന്ന് പറയുന്നത് തർക്കമില്ലാതിരിക്കാൻ വേണ്ടി. എത്ര നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന, കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും പ്രാസ്ഥാനിക ആദർശ ബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തെറ്റിപ്പിരിയുന്നറിയോ? ഇതേപോലെ ചില ഉദാഹരണങ്ങളൊക്കെയാണ്. കച്ചവടം തുടങ്ങി തെറ്റിപ്പിരിയ, നഷ്ടം വരുമ്പോ എനിക്ക് എന്റെ മുതൽ കിട്ടിയാൽ മതി, അങ്ങനെ ഓരോരുത്തരും മുതൽ കിട്ടിയാൽ മതി. പിന്നെ ഈ നഷ്ടം ആരെ വഹിക്കുക? കച്ചവടമാകുമ്പോ നഷ്ടം ഉണ്ടാവില്ലേ, അതാര് വഹിക്കും? ഇതിനു മുമ്പിൽ ആദ്യം ഇറങ്ങിയ വ്യക്തിയോ? അങ്ങനെയൊന്നും ഇസ്ലാമിലില്ലല്ലോ. അപ്പോ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഡിമാൻഡ് വെക്കുക, പൈസക്ക് എത്ര, പിന്നെന്തെന്നറിയോ, ഇനി മുതൽ സാധനമൊക്കെ എന്റെ പീടിന്ന് വാങ്ങണം, അത് രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കടന് കൊടുത്തിട്ട് അതിന്റെ പ്രത്യുപകാരമോ ഒരു കാലിച്ചായാണ് ചോദിക്കണമെങ്കിൽ അത് പലിശയാണ്. കുല്ലു ഖർളിൻ ജറ നഫ്അൻ ഫഹുവ റിബ. ഏതൊരു കടം കൊടുക്കലാകട്ടെ അതിന്റെ പ്രത്യുപകാരമായി എന്തെങ്കിലും ഒരു മൻഫഅത്ത്, ഒരു ഉപകാരം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചോദിക്കുന്നുവെങ്കിൽ അത് പലിശയാണ്. പൈസയൊക്കെ കടം തരാം, പക്ഷെ എന്റെ കടയിൽ നിന്ന് ഇനി മുതൽ സാധനം വാങ്ങണം എന്ന് പറഞ്ഞ റിബയാണ്. ഈ പലിശനെ കുറിച്ച് പറഞ്ഞ റിബ എത്രയോ വാങ്ങും, 30-ലധികം ഇനങ്ങളുണ്ട്. അത് കടം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലെ കടങ്ങളുണ്ട്. അതേപോലെ തന്നെ കടം കൊടുത്ത ആളിന് സമ്മാനങ്ങൾ സ്വീകരിക്കുക, സമ്മാനങ്ങൾ ആഗ്രഹിക്കുക. ഞാൻ പണം കൊടുത്തതല്ലേ, കടം കൊടുത്തല്ലോ, വലിയൊരു സംഖ്യ കൊടുത്താണ്, ഇതുവരെ തന്നിട്ടില്ല, എന്നാലും ആ കല്യാണത്തിന് നിന്ന് വിളിച്ചുകൂടായിരുന്നോ, ആ തക്കാലത്തിന് നിന്ന് വിളിച്ചുകൂടായിരുന്നോ എന്ന് പറയാ, ആഗ്രഹിക്കുക, അല്ലെങ്കിൽ സമ്മാനം ആവശ്യപ്പെടുക. ഇതൊക്കെ തന്നെ കടവുമായിട്ട് യാതൊരു ബന്ധമില്ല, അത് പലിശയിലാണ് ഉൾപ്പെടുക. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ സമ്പത്ത് ശുദ്ധമായി തീരാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തിലെ ഏറ്റവും വലിയ ആയത്തിൽ ഒട്ടനവധി വിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നത്. അതിലങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഒരു ബന്ധം തകരൂല, ഒരു സമ്പത്തിലും ഒരു അശുദ്ധി കലരുക. ആ രൂപത്തിൽ സമ്പത്തിനെ കാത്തു സൂക്ഷിക്കുവാനും ബന്ധങ്ങൾ തകരാറ് ആകാതിരിക്കുവാനും നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.
നമ്മളെ കുടുംബങ്ങളെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ വളർത്തുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ. ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ലോകത്ത് ആരെല്ലാം എന്തെല്ലാം ആളുകൾ വാളെടുക്കുന്നു ആ വാളിനാൽ അവർ തന്നെ നശിക്കുമാറാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ارحمهما كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.